ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ കുറേ ആയിട്ടോ വീഡിയോസൊന്നും ഇടാണ്ട്. കുറച്ചൊക്കെ ഓരോ തിരക്കും കാര്യങ്ങളും, പിന്നെ കുറച്ചെൻ്റെ മടി, ഇതെല്ലാം കൂടെ കാരണം എടുത്തു വെച്ച വീഡിയോസൊന്നും ഇടാനായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ മൂകാംബിക പോയി മോനെ എഴുത്തിന് ഇരുത്താനുണ്ടായിരുന്നു. അങ്ങനെ മൂകാംബിക പോയിണ്ടായിരുന്നു. മൂകാംബിക പോയ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ പോയ സമയത്ത് പെട്ടെന്ന് തോന്നി ഒന്ന് മുരുടേശ്വരം വരെ പോവാന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വരികയാണ്. എനിക്ക് നമ്മളിങ്ങനെ അല്ലാണ്ടൊക്കെ ഈ പിന്നെ റീൽസും കാര്യങ്ങളും ഒക്കെ കാണുക എന്നല്ലാണ്ട് ഇതുവരെ നമ്മൾ മുരുടേശ്വരം എന്നൊരു ക്ഷേത്രത്തിലേക്ക് വന്നിട്ടേ ഇല്ല കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അതിശയപ്പെട്ടു പോയി. എത്രമാത്രം ഉയരത്തിലാണെന്നറിയാം അമ്പലം നിൽക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ താഴെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് നമുക്കൊക്കെ കഴുത്ത് ഇങ്ങനെ നോക്കി 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 അങ്ങ് ഇതാവും കഴുത്ത്. അത്രയും ഉയരത്തിലാണ് ആ അമ്പലം നിൽക്കുന്നത്, അമ്പലത്തിൻ്റെ ആ ഒരു ഇത് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു അതിശയപ്പെട്ടു പോയിട്ട്, ഇങ്ങനെ ഒരു അമ്പലം എവിടെ ഞാനിതുവരെ കണ്ടിട്ടുമില്ല, ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെയാണ് ഇങ്ങോട്ട് അവിടേക്ക് കയറുമ്പോഴേക്ക് കടലിൽ നിന്നുള്ള കാറ്റിങ്ങനെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. 3 ഭാഗം കടലിൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ് അമ്പലം. അപ്പോൾ അത്രയും കാറ്റ് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. ചൂട് അത്യാവശ്യം നല്ല ചൂടിലാണെങ്കിലും നമ്മൾ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ആ കിട്ടുന്ന കാറ്റൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. ആ ഒരു തണുപ്പുണ്ട് അതിന്. കാറ്റിന് തന്നെ ഒരു തണുപ്പുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ചൂടും എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊന്നും അറിയുന്നില്ല. പക്ഷേ ആ കാറ്റ് കിട്ടുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഏകദേശം നടയടക്കേണ്ട സമയമായപ്പോഴാണ് കേട്ടോ ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തിരക്ക് പിടിച്ച് ഓടി കയറുകയാണ്. 1 മണിയാകുമ്പം നടയടയ്ക്കും. അപ്പോൾ എല്ലാവരും വന്നവരൊക്കെ വേഗം കയറുന്നുണ്ട്. അവരിങ്ങനെ പറയുന്നുണ്ട് 1 മണിക്ക് നടയടയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരക്ക് പിടിച്ചിട്ട് കയറുകയാണ്. ഞങ്ങൾക്ക് തൊഴാൻ പറ്റണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് സമയമാകുമ്പോൾ എത്തൂല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ എത്തി. നമുക്ക് നന്നായിട്ട് തൊഴാൻ കഴിഞ്ഞു. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അവിടെ കയറി എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. കാരണം ആ സമയമായതിനെക്കൊണ്ട് കുറച്ചൊരു തിരക്കും കുറവുണ്ടായിരുന്നു. പൊതുവേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ ഇവിടെയൊക്കെ. ഈ വെക്കേഷൻ ടൈം നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഒന്നാമതായിട്ട് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പം ഏട്ടൻ ഇങ്ങനെ മോനെ എടുത്ത് മുന്നിൽ പോകുന്നുണ്ട്, ഞങ്ങൾ പുറകിൽ വരുന്നുണ്ട്. വേഗം കയറി തൊഴണം എന്നുള്ള ഒരു ഇതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് കയറി പോവുകയാണ്. പക്ഷെ നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് പിന്നെ ഇതേ കണ്ടില്ലേ, മേലെ ഭാഗത്ത് നമ്മളവിടെ കയറി എത്തുന്ന ഭാഗം ഈ കടലിൽ നന്നായിട്ട് വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പിന്നെ നല്ല ഓരോ ഈ ഗണപതി കോവിൽ അതൊക്കെ എന്താ പറയുക, നല്ല അത് സ്വർണത്തിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വർണം കൊണ്ട് ആക്കിയതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ അല്ല, നമുക്കത് ചോദിച്ചിട്ടൊന്നുമില്ല ആരോടും. എന്നാലും അതാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾക്ക് അന്ന് അവിടുന്ന് ഊണുണ്ടായിരുന്നു കേട്ടോ, പ്രസാദ ഊട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഈ പായസമാണ് ആ കാണുന്ന വെള്ള പായസമാണ്. ശരിക്കും ഞാൻ വിചാരിച്ചു ഇവിടെ കഞ്ഞി മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ പായസം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകെ തന്നെ കുറച്ച് കറി കൊണ്ട് ചോദിച്ചിട്ടുണ്ട് ചോറിനുള്ള. ഇവിടെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയാലും നമുക്കങ്ങനെ വൃത്തിയായിട്ട് തോന്നില്ല, പക്ഷെ നല്ല വൃത്തിയുള്ള സ്ഥലം. അവർ പ്ലേറ്റ് നമുക്ക് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് കഴുകാൻ കുറച്ച് വെള്ളം ഒഴിച്ച് തരും. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളം കളയാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു പാത്രവും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ ഉന്തി കൊണ്ടുവരുന്നതിലേക്ക് നമുക്ക് ആ വെള്ളം മറയ്ക്കാം. നമ്മളവിടെ എണീറ്റ് പോകുക ഒന്നും വേണ്ട കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പായസം ഉണ്ടല്ലോ, സംഭവം നല്ല പായസമായിരുന്നേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഇവിടെ ഈ 1 മണി സമയത്ത് നമ്മുടെ മുരുടേശ്വര ക്ഷേത്രത്തിൽ ഈ പ്രസാദൂട്ടിന് ഒരുപാട് പേരുണ്ടായിരുന്നു. ആ സമയത്തേക്ക് ഞങ്ങൾ കയറിയ സമയത്ത് കുറച്ചൊരു തിരക്ക് കുറവുള്ള സമയമായിരുന്നു. ശരിക്കും ആ സമയം തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോഴെല്ലാവരും ഇങ്ങനെ കയറി തൊഴുത് അങ്ങനെയൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വന്ന് ഞാനീ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് പായസം കിട്ടി. അതിനുശേഷം നമുക്ക് ഒരു കറി ഒഴിച്ചു, ഒരു ഗ്രീൻ പീസ് വേറെ എന്തൊക്കെയോ ചേർത്തൊരു കറിയാണ്. അതിൻ്റെ കൂടെ ഈ ചോറ് എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്കൊക്കെ ഇങ്ങനത്തെ ചോറായിരിക്കുമല്ലോ ഉണ്ടാവുക. നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ചോറൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ചോറ് എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ഈ പച്ചരി ചോറ് പോലത്തെ ചോറായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ചോറായിരുന്നു. കറിയൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എന്നാലും നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എത്രയായാലും ഈ ഒരു ഭക്ഷണമൊക്കെയാണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ ആസ്വദിച്ച് കഴിക്കുക അത്ര തന്നെ. അങ്ങനെ ഓരോ സമയത്ത് ഓരോ കറിയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആവശ്യത്തിന് വേണ്ട ചോറ് അവർ പിന്നെയും തരുന്നുണ്ട്, പിന്നെയും കറി തരും. അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ പുറകെ വരുന്നുണ്ട്. പിന്നെ ഒരു വെള്ളം പോലത്തെ എന്തോ ഒരു കറി, അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അതിൽ ഒഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അങ്ങനെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു പ്രസാദൂട്ട് കഴിക്കുകയാണല്ലോ, അപ്പോൾ അതങ്ങനെ ഇതുപോലൊക്കെ തന്നെയായിരുന്നു ശരിക്കും മൂകാംബികയെന്ന് കഴിച്ചതും. അത് എനിക്ക് തോന്നുന്നു മൂകാംബികയെന്ന് ഞങ്ങൾ കഴിച്ചതും നല്ലൊരു ഈ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രസാദൂട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഇതുപോലെ തന്നെയാണ് കറികളും കാര്യങ്ങളും, പക്ഷേ എന്നാലും അതിനോട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനും ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മളെ രുചിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതായതിനെ കൊണ്ട് നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാലും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ചോറിടുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മോന് വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് ഒഴിച്ചത് മോരാണ്. ആ മോരും കൂടെ വന്നപ്പോഴത്തേക്ക് മൊത്തം പ്ലേറ്റ് ഫുള്ള് വെള്ളത്താൽ നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. കറി മോര് എല്ലാം കൂടെ മൊത്തം ഒരു വെള്ളമയം അങ്ങനെയായിരുന്നു. പിന്നെ ചോറൊക്കെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെയോ വടിച്ച് ഇതാക്കി കഴിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചയാണിത്. അത് നമ്മൾ ഈ ഓരോ ഭാഗത്തൂടെ കയറുന്നത് ഒരു ഭാഗത്തൂടെ ഇറങ്ങുന്നത് വേറൊരു ഭാഗത്തൂടെ അങ്ങനെയായതുകൊണ്ട് ഇപ്പം ഞങ്ങൾ എത്തി നിൽക്കുന്നത് കുറച്ചൊരു ഉയരത്തിലാണ് കേട്ടോ. താഴോട്ട് നോക്കുമ്പോൾ നല്ല വിശാലമായിട്ട് കടൽ കാണാം. അപ്പോൾ ഇതെല്ലാം ഭയങ്കര സെറ്റപ്പായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇത് തന്നെ ഒരു ഡോക്ടർ RN ഷെട്ടി എന്ന് പറഞ്ഞ ഒരാളുടെ ഇതിലാണ് ഈ നിൽക്കുന്നത്. അയാൾ നിർമ്മിച്ചതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അയാളെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പം നല്ല തിരക്കൊക്കെ ഉണ്ട്, എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കുറേ സമയം ഞങ്ങളിവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര തിരക്കായതിനെ കൊണ്ട് നമുക്ക് തിരക്കെന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്തേക്കാണ് കേട്ടോ തിരക്ക്. പ്രധാന നമ്മുടെ വരുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഫുഡ് കഴിച്ചിറങ്ങുന്ന ഈ ഒരു ഭാഗത്തും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കടലിലേക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാനൊന്നും പോയില്ല. മക്കളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഭയങ്കര പേടിയാണ് എനിക്ക്. ഇവരെ ഭയങ്കര പേടിയാണ് ഇവരെ അങ്ങോട്ടൊക്കെ ഇറക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാ ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. പക്ഷേ എല്ലാവരും എന്താ പറയുക, വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് വരാൻ നോക്കുക കേട്ടോ. കാരണം അത്രയും നമുക്ക് കാണാൻ മാത്രമുണ്ട്. പക്ഷേ ഞങ്ങൾ എല്ലാ ഭാഗത്തേക്കൊന്നും ശരിക്കും പറയാനേ പോയില്ല. കുറച്ച് സമയത്തിൻ്റെ പ്രശ്നം ഞങ്ങൾക്ക് അന്ന് തന്നെ പോരേണ്ടതുകൊണ്ട് നമ്മളങ്ങനെ കുറഞ്ഞ സമയം നിന്നിട്ടുള്ളൂ കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ കൂടുതൽ കാണാനുണ്ട്. നമ്മളൊരു ശിവ വിഗ്രഹം പോലെ വലിയൊരു വിഗ്രഹം അവിടെ പണി കഴിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നന്നായിട്ട് കാണാൻ തന്നെ ഉണ്ട്. കുറച്ച് മേലേക്ക് കയറിയിട്ട് കാണാനൊക്കെ ഉണ്ട്. പക്ഷെ അത് അമ്പലത്തിൻ്റെ കുറച്ചുകൂടി മേലേക്കായിട്ടാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് പോകാനുള്ള സമയമില്ലായിരുന്നു. കുറച്ച് ലേറ്റായി. നമ്മൾ മൂകാംബികയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് അവിടുന്ന് കുറച്ചുകൂടെ ദൂരത്തേക്കാണ് ഇത് നമ്മുടെ മുരുടേശ്വരം വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഇതാ കണ്ടില്ലേ, ശിവവിഗ്രഹം കണ്ടില്ലേ, വലിയ ശിവവിഗ്രഹമാണ്. എന്തൊക്കെ കുറച്ചുകൂടെ പണി കഴിക്കാനുണ്ട് തോന്നുന്നു. അതിപ്പോൾ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ടൈമിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ ഇങ്ങ് പോന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ
കാർ എടുത്താണ് പോകുന്നത്, അല്ലാണ്ട് ട്രെയിനോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് നമ്മുടെ മൂകാംബിക പോകുന്നതിൻ്റെ. അപ്പം എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ EV ആയിരുന്നു ഞങ്ങളെ കാർ, EV ആണ്. അതുകൊണ്ട് EV ചാർജിങ് വരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ചാർജിങ് ഒക്കെ ആവുന്ന സമയത്ത് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പലർക്കും അറിയാനുണ്ടാവില്ലല്ലോ, എവിടേക്കാണ് ചാർജിങ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഫുൾ വീഡിയോസ് ഞാൻ പറയുന്നുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ.